അങ്ങനെ 2025 ഫസ്റ്റ് തിയേറ്റർ വാച്ച് കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐഡന്റിറ്റി, ടൊവിനോ തോമസ്, തൃഷ, വിനയ് തുടങ്ങിയവർ അഭിനയിച്ച ഐഡന്റിറ്റിയാണ്. ഡയറക്റ്റ് ചെയ്ത് നമുക്കറിയാം അഖിൽ പോൾ അനസ്കാനാണ്. നമ്മുടെ ഫോറൻസിക് എന്ന സിനിമ സംവിധാനം ചെയ്ത പുള്ളികളാണ്. സെവൻത് ഡേയുടെ സ്ക്രിപ്റ്റ് അവരാണ്. അപ്പം ഈ ഒരു കാസ്റ്റിംഗ് ആയാലും ആ ഒരു റൈറ്റേഴ്സിന്റെ പേര് തന്നെയാണ് ഈ സിനിമ കാണാനായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കിയൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫോറൻസിക്കിനേക്കാളും ഭയങ്കരമായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നമുക്ക് ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി സ്റ്റഫ് കണ്ട ഒരു ഫീലും ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. ഐഡന്റിറ്റി എന്നുള്ള സിനിമ ആരംഭിക്കുന്നതെന്ന് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനുവേണ്ടി ഇത്ര എമൗണ്ട് ആവശ്യപ്പെടുന്ന ഒരാളെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർ എത്തുന്നു. അതിൽ ഐ വിറ്റ്നസ്സും കൊണ്ടുവരുന്നു. അപ്പോൾ സർപ്രൈസിംഗ്ലി വളരെ ടാലന്റഡ് ആയിട്ടുള്ള സ്കെച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മുടെ രേഖാചിത്രമൊക്കെ വരയ്ക്കുന്ന ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ആളാണ് നമ്മുടെ നായകനായ ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ. അപ്പം ഇയാളുടെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് സിനിമയ്ക്ക് കൊണ്ടുവരുന്നതാണ് ത്രൂ ഔട്ട് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ വളരെയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. സബ്പ്ലോട്ട് എന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. പെട്ടെന്ന് തീർന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. ശമൻ ചാക്കോന്റെ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. ഭയങ്കര കട്ട്സ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ട കാര്യമാണ്. ജെയ്ക്സ് ബിജോന്റെ BGM ഈ സിനിമയിലെ ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കരമായി സാധിക്കും. കംപ്ലീറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി സ്റ്റഫ് എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വളരെയധികം ഡീറ്റെയിലിംഗ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പൊ റൈറ്റേഴ്സ് എന്ന നിലയിൽ അവര് രണ്ടുപേരും ഗംഭീരമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ടൊവിനോ ആയാലും വിനയിന്റെ സ്ക്രീൻ പ്രസൻസ് ആയാലും ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. പിന്നെ ഇതിൽ കാസ്റ്റിംഗ് മെയിൻ ലീഡ്സിനെ കൂടാതെ തന്നെ വന്ന എല്ലാ കാസ്റ്റിങ്ങും ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ അർച്ചന കവിയുണ്ട്, കുറെ കാലങ്ങൾക്ക് ശേഷം അഭിനയിച്ചിട്ടുണ്ട്. അജു വർഗീസ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ എനിക്ക് പേഴ്സണലി കിട്ടി. പിന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് വരുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളും ഈ ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് തുടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ, അതായത് ഈ വർഷത്തിൽ പുതിയ സിനിമയാണ്, ആദ്യത്തെ തിയേറ്റർ വാച്ചാണ്, ആദ്യത്തെ തിയേറ്റർ റിലീസ് കൂടിയാണ് ഐഡന്റിറ്റി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു വാച്ചബിൾ മൂവി തന്നെയാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ഉണ്ട്. ജെയ്ക്സ് ബിജോന്റെ BGM ആയാലും ഗംഭീര സിനിമാറ്റോഗ്രഫി, അതിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വരുന്ന കാർ സ്റ്റൈൽ സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു അത് എടുത്തിരിക്കുന്ന വിധം. ഞാൻ പറഞ്ഞ ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു മൂവിയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സ്റ്റോറി ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു തുടക്കത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലോട്ട് പോകുന്ന സിനിമ പിന്നീട് കുറേയധികം ടേണിലോട്ട് തിരിയുന്നുണ്ട്. അങ്ങനെ തിരിയുന്ന സമയത്ത് ഇതിന്റെ ഒരു കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോയോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അതായത് ഡയറക്റ്റായിട്ട് ആ കാര്യത്തിലോട്ട് എത്താതെ അതിനെ കുറച്ച് നേരം കൂടെ ഒന്ന് വലുതാക്കിയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഡന്റിറ്റി എന്ന സിനിമ. ബട്ട് ടോട്ടലി എനിക്കൊരു നല്ലൊരു വാച്ച് തന്നെയാണ്. ഒരു വാച്ചബിൾ മൂവിയാണ് ഐഡന്റിറ്റി. തീർച്ചയായും പോയി കാണുക. ഞാൻ പറഞ്ഞ പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഗ്രിപ്പിംഗ് ആകാൻ കാരണം സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ലെങ്തി ആയിപ്പോയി. സിനിമ ടോട്ടലി 2.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒരു 1 hour and 10 minutes ഇന്റർവെൽ ബ്ലോക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഇന്റർവെൽ ബ്ലോക്കിൽ ട്വിസ്റ്റ് ആയാലും എല്ലാം ചില ട്വിസ്റ്റുകളൊക്കെ വർക്ക് ആയിട്ടുണ്ട്. ചില ട്വിസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ എന്നൊക്കെ തോന്നും. പക്ഷെ ടോട്ടലി ഞാൻ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഒരു ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് അത് തന്നെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എനിക്ക് അതിൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു.